ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഈ ഒരു ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ 3ാമത്തെ ചാപ്റ്റർ ആയ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന് ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? പീഠഭൂമി എന്നാൽ എന്ത് നമ്മൾ പഠിച്ചില്ല. എന്താണ് പീഠഭൂമി എന്ന് പഠിച്ചു. അതുപോലെ ഇന്ത്യയിലെ പീഠഭൂമികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ പഠിച്ചില്ലേ. നദികളും അവയുടെ പോഷക നദികളും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് പോയി കാണണേ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? ഓരോ നദികളിലെയും ഈ നദീതട പദ്ധതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെ സംസ്ഥാനത്താണെന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പഠിക്കണം. ഇനി എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി നോക്കാം. എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത്? ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ എന്ന് പറയുന്നത്. അതായത് ഒരു നദിക്ക് കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. ഈ ഒരു പേര് പോലെ തന്നെ. അപ്പൊ വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശ്യങ്ങൾ. ഓക്കെ, സർദാർ സരോവർ ഡാം ഇതിന് ഒരു എക്സാമ്പിൾ ആണല്ലേ. ഒരു വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് സർദാർ സരോവർ ഡാമില്. അപ്പൊ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായാണ് നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കേട്ടോ. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, അതായത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഇവ കേട്ടോ. 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ആർദ്ര ഇലപൊയ്യും കാടുകളെന്നും വരണ്ട ഇലപൊയ്യും കാടുകളെന്നും. അപ്പൊ എന്താണ് പറഞ്ഞത്? പീഠഭൂമിയിലെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണുന്നത് ഉഷ്ണമേഖല ഇലപൊയ്യും കാടുകളാണ്. ഇത് എവിടെയാണ്? 70 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല ഇലപൊയ്യും കാടുകൾ കാണുന്നത്. ഇനി അതായത് മഴയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച്, അതായത് കൂടിയ പ്രദേശത്തും കുറഞ്ഞ പ്രദേശവും അനുസരിച്ച് എന്താണ് ഈ ഒരു ഉഷ്ണമേഖല ഇലപൊയ്യും കാടുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആർദ്ര ഇലപൊയ്യും കാടുകൾ എന്നും വരണ്ട ഇലപൊയ്യും കാടുകൾ എന്നും. അപ്പോ 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊയ്യും കാടുകൾ കാണപ്പെടുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ് കേട്ടോ. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ കാണപ്പെടുന്നത് എന്താണ്? ആർദ്ര ഇലപൊയ്യും കാടുകളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ചോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങൾ ഉണ്ട്. തേക്ക്, സാല്, ശിശം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായി കാണപ്പെടുന്നു. ഓക്കെ, ഇനി 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷികമായി ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിലാണ് വരണ്ട ഇലപൊയ്യും കാടുകൾ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊയ്യും വനങ്ങള്. എന്നാൽ 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്റർ അതായത് അതിനേക്കാൾ കുറവുമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊയ്യും കാടുകൾ ഉള്ളത്. ഓക്കെ, അപ്പൊ മായ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. അപ്പൊ വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇലപൊയ്ക്കുകയും വനങ്ങൾ ഇലകളിൽ ഇല്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു. അപ്പൊ തേക്ക്, റോസ്വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇവിടെ സാധാരണമാണ്. ഇനി ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. 75 സെന്റിമീറ്ററിൽ താഴെ വാർഷികമായി ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ പൊതുവായിട്ട് കാണപ്പെടുന്നത്. ഭംഗിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? അക്വേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചില ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന സസ്യങ്ങൾ. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കായി മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലുമാണ് ഇത്തരം സസ്യജാലങ്ങൾ ഉള്ളത്. ഓക്കെ, ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? 75 സെന്റിമീറ്ററിൽ താഴെ വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കേട്ടോ.
ഓക്കെ, ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ എന്നൊക്കെ ഉള്ളതെന്ന് നോക്കട്ടോ. ഇനി ദക്ഷിണ പർവ്വതങ്ങള് പർവ്വത വനങ്ങൾ, ദക്ഷിണ പർവ്വത വനങ്ങൾ, പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെയാണ് പശ്ചിമഘട്ടത്തിലും വിന്ധ്യാനിരകളിലും നീലഗിരി കുന്നുകളിലൊക്കെ കാണപ്പെടുന്ന സസ്യജാലങ്ങളെയാണ് ദക്ഷിണ പർവ്വത വനങ്ങളിൽ പെടുത്താവുന്നത്. ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. ഇപ്പൊ നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്? നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്? ഏതൊക്കെയാണ്? ഉഷ്ണമേഖല ഇലബോയും കാടുകള്, അതുപോലെ ഉഷ്ണമേഖല മുൾക്കാടുകള്, ദക്ഷിണ പർവ്വത വനങ്ങൾ. പിന്നെ നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളാണ് നോക്കാനുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഏറെയും തനതിടത്ത് രൂപപ്പെട്ടവയാണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തിരിക്കാം. അപ്പൊ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്താണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ. പിന്നെ ഏതൊക്കെയാണ്? ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ഇതൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ. ഇനി തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങളും. ഓരോ പ്രദേശത്തുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം കറുത്ത മണ്ണ് കേട്ടോ. അപ്പൊ ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട ഒരുപാട് വർഷത്തെ അപക്ഷയങ്ങളിലൂടെ, ശിലകളുടെ അപക്ഷയത്തിലൂടെ രൂപപ്പെട്ട മണ്ണാണ് കറുത്ത മണ്ണ്. ഓക്കെ, അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു തനതിട മണ്ണിനങ്ങൾക്ക് എക്സാമ്പിൾ ആണ് കറുത്ത മണ്ണ്. എന്നാൽ നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം എക്കൽ മണ്ണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നദികളുടെ നിക്ഷേപം വഴിയൊക്കെ രൂപപ്പെട്ട മണ്ണിനുമാണ് എക്കൽ മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്താണ്? വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി കറുത്ത മണ്ണ് അല്ലെ ബ്ലാക്ക് സോയിൽ എന്താണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണെന്ന് നമുക്കറിയാം അല്ലെ. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ് ഇത് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കൂടുതലായിട്ട് എന്തുള്ളത്? കറുത്ത മണ്ണുള്ളത് കേട്ടോ. അപ്പൊ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ, പ്രധാനമായും കർണാടകം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണ് മറ്റേതെല്ലാം പേരിലാണ് നമുക്കറിയാം? റിഗർ മണ്ണ്, അതുപോലെ പരുത്തി മണ്ണ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്? മഹാരാഷ്ട്ര, മധ്യപ്രദേശിലാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ കർണാടകം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഭാഗികമായിട്ടാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഇനി ചെമ്മണ്ണ് അല്ലെ റെഡ് സോയിൽ എന്താന്ന് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്ങനെ പറഞ്ഞത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. അപ്പൊ പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം. ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ്? ഈ ഒരു മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പ് അല്ലെ അയേണിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. അപ്പൊ ഈ ചുവപ്പ് എന്താണ്? ചെമ്മണ്ണ് എന്ന് പേരുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് എന്താണ്? കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിലൂടെ ഇതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. ഒന്നും കൂടെ നോക്കാം. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, അപ്പൊ പീഠഭൂമിയിൽ
പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. അപ്പൊ എവിടെയൊക്കെയാണെന്നാണ് പറഞ്ഞത്? പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് മണ്ണ് മുഖ്യമായിട്ടും കാണപ്പെടുന്നത്. അപ്പൊ പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനും കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി പർവ്വത മണ്ണ് എന്താന്ന് നോക്കിയാൽ പർവ്വത മണ്ണ് ദക്ഷിണേന്ത്യയിൽ പർവ്വതമണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ് കേട്ടോ. എവിടെയാണ്? പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. അപ്പൊ കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക് പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വതമണ്ണാണ് അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മേൽപ്പറഞ്ഞ മണ്ണിനങ്ങളെ കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായിട്ട് ഇനിയും ധാരാളം മണ്ണിനങ്ങൾ കൂടി കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഉപദ്വീപ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്, കറുത്ത മണ്ണ് കേട്ടോ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷി നോക്കാം. സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. നിമ്നോന്നതമായ ഭൂപ്രകൃതി, നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്, ചെങ്കുത്തായ ചരിവുകൾ, മേൽമണ്ണിന്റെ കനക്കുറവ്, അനവൃത ശിലകൾ, ഇടയ്ക്കിടെയുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാകുന്നുള്ളൂ. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി മറ്റുള്ള ഭൂപ്രകൃതി നോക്കുമ്പോൾ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി താരതമ്യേന കുറവാണെന്നാണ് പറയുന്നത്. എന്നാലും ഉണ്ടെങ്കിലും താരതമ്യേന കുറവാണ്. പശ്ചിമഘട്ട നിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. ഓക്കെ, അപ്പൊ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ്. എന്നാൽ മലഞ്ചരിവുകൾ തട്ടുകളായി നെൽകൃഷി അടക്കം ഇവിടെ സാധ്യമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കാപ്പി കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ഇമ്പോർട്ടന്റ് ആണ്. കാപ്പിയുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ചോദിച്ചിട്ടുള്ള ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകമാണ്. അപ്പൊ കാപ്പി കൃഷിയുടെ ഏകദേശം 59%, കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണ്. ഉൽപാദനത്തിൽ ഏകദേശം 22% കേരളമാണ് കേട്ടോ. കേരളത്തിൽ എത്ര ശതമാനമാണ്? 22% ഉൽപാദനമാണ്. എന്തില്? കാപ്പി 22% ഉൽപാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയ തരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അറബിക്ക, റോബസ്റ്റ. ഇത് ഏതിന്റെ ഇനങ്ങളാന്ന് ചോദിച്ചത്? കാപ്പിയാണ് കേട്ടോ. കാപ്പിയുടെ ഇനങ്ങളാണ് അറബിക്ക, റോബസ്റ്റ. ഓക്കെ, അടുത്തത് തേയിലാണ് കേട്ടോ. തേയില പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരയിലുമാണ്. ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ 25%, തോട്ട വിസ്തൃതിയുടെ 44% ഈ മേഖലയിലാണ്. അപ്പൊ ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയിലത്തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിനുമായി അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നു. അപ്പൊ തേയില കൃഷി കൂടുതലായിട്ടുള്ള ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങൾ. ഈ 3 സംസ്ഥാനങ്ങളിലാണ് തേയില കൃഷി ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഞാനിവിടെ ചരിത്രം കുറിച്ച് കാപ്പിക്കുരുക്കൾ. 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത് കേട്ടോ. അപ്പൊ ഏതാണ്? 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബാബുദാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിൽ എത്തിച്ച് കർണാടകത്തിലെ ചിക്കമഗലുരുവിൽ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ ആരാണ്? മുസ്ലിം പുരോഹിതനായിരുന്ന ബാബാബുദാൻ കേട്ടോ. ഇദ്ദേഹമാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിൽ എത്തിച്ച് കർണാടകത്തിലെ ചിക്കമഗലുരുവിൽ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബാബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായങ്ങളും കൂടുതൽ വികസിച്ചു. ഓക്കെ, അപ്പൊ കാപ്പി കൃഷിക്ക് എവിടെയാണ് തുടക്കം? നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ് തുടക്കം? കർണാടകത്തിലാണ് കേട്ടോ. കർണാടകത്തിലെ ചിക്കമഗലുരുവിലെ മലയോരത്താണ് കാപ്പി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രദേശം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബാബാബുദാൻ കുന്നുകളാണ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി കരിമ്പ്.
ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളത് കേട്ടോ. എന്നാൽ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ് കേട്ടോ, കറുത്ത ലാവാമണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും, ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാക്കുന്നുണ്ട്. ഇനി പരുത്തിയാണ് കേട്ടോ. പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലാണ് വിളവെടുപ്പ് നടത്തുന്നത്. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞുണ്ടാകാൻ പാടില്ല. അപ്പൊ 21 മുതൽ 30 വരെ താപനിലയും 50 മുതൽ 100 വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്? 21 മുതൽ 30 വരെ താപനിലയും അതുപോലെ 50 മുതൽ 100 വരെ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. ഡെക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. രാജ്യത്തെ ആകെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്തിനാണ് കേട്ടോ. അപ്പൊ പരുത്തി കൃഷിക്ക് നമ്മുടെ ഇന്ത്യയിലെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ഓക്കെ. മഹാരാഷ്ട്രയാണ് 2-ാം സ്ഥാനത്തുള്ളത്. മഹാരാഷ്ട്രയിലാണ് രണ്ടാമതായിട്ട് 2-ാം സ്ഥാനം മഹാരാഷ്ട്രക്കാണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് ആണ് കേട്ടോ. ഏതാണ്? പരുത്തി കൃഷിക്ക്. ഓക്കെ. ഇനി ധാതുക്കളുടെ കലവറ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പലരൂപ ശിലപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത്. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് കേട്ടോ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല കേട്ടോ. അപ്പൊ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ് ഇവിടം. അപ്പൊ ധാതു വിഭവങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയിലെ വിവിധ ധാതുമേഖലകളായിട്ട് തിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള ഇരുമ്പയിര് ഖനിയും കൽക്കരി പാടമൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഓക്കെ. ഇനി വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശമാണ് കേട്ടോ. ഏറ്റവും വലിയ ധാതുമേഖല ഏതാ? ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമികളാണ്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് എന്തൊക്കെയാണ്? കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കളൊക്കെ ഉള്ളത്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ. ഓക്കെ. ഇനി മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, കൽക്കരി, അബ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. ദക്ഷിണ മേഖലയോ? കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ദക്ഷിണ മേഖലയിലാണ് ഏതൊക്കെ? ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് കാണപ്പെടുന്നത് എവിടെയാണ്? ദക്ഷിണ മേഖലയിലാണ്. കർണാടക പീഠഭൂമിയും അതുപോലെ അതിനോട് ചേർന്ന തമിഴ്നാട് ഭാഗങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി തെക്കു പടിഞ്ഞാറൻ മേഖലയിലോ? പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ. ഇനി വടക്കു പടിഞ്ഞാറൻ മേഖലയിലോ? രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാൽ സമ്പന്നമാണ്. ഓക്കെ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണേ. ഇനി ഇന്ത്യയിലെ ധാതു വിഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഏതൊക്കെ കാര്യങ്ങളാണ്? ആസ്ബസ്റ്റോസ്, ബോക്സൈറ്റ്, കൽക്കരി, ചെമ്പ്, ഡോളമൈറ്റ്, സ്വർണം, ജിപ്സം, ഇരുമ്പ്, ലെഡ്, സിങ്ക്, ചുണ്ണാമ്പുകല്ല്, മാംഗനീസ്, മൈക്ക, പെട്രോളിയവും പ്രകൃതിവാതകവും. അപ്പൊ ഇതൊക്കെ എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു മാപ്പാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കട്ടോ.
ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതത്തെ പറ്റിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണുള്ളത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു. പിൽക്കാലത്ത് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി. ഇനി സംസ്ഥാന തലസ്ഥാനങ്ങളും ഖനന വ്യവസായ മേഖലയും കേന്ദ്രീകരിച്ച് വൻ നഗരങ്ങൾ തന്നെ വികസിക്കാനിടയായി. ഇനി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളും ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രധാന നഗരങ്ങൾ കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ഓരോന്നും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മാപ്പ് നോക്കി ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും മാപ്പിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. മാപ്പ് നോക്കി ഓരോന്നിന്റെയും സ്ഥാനവും എവിടെയൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഉപദ്വീപീയ പീഠഭൂമിയിൽ അത്യാവശ്യം ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. തന്നിട്ടുള്ള ഓരോ മാപ്പും നന്നായിട്ട് നോക്കി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.